ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമെന്ന പടത്തിൻ്റെ പേര് തമ്മ. പടത്തിൽ അഭിനയിച്ചിരുന്ന ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖ്, പരേഷ് രാവൽ, പിന്നെ ക്യാമിയോസായിട്ട് സത്യരാജ്, വരുൺ ധാവൻ, അപർശക്തി ഖുറാന, പിന്നെ നോറ ഫത്തേഹി, പിന്നെ ലീഗ അറോറ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആദിത്യ സർപ്പത്തൻകർ എന്ന് പറയുന്ന ഒരാളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാഡക് ഫിലിംസാണ്, മീൻസ് ദിനേശ് വിജയൻ. പിന്നെ പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഹേമന്ത് സർക്കാർ എന്ന് പറയുന്ന ഒരാളാണ്. മ്യൂസിക് ബൈ സച്ചിൻ ചുഗർ. കാസ്റ്റിംഗ് ഡയറക്ടർ അൻമോൽ അഹൂജ ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ സൗരഭ് ഗോസ്വാമി. പടം എങ്ങനെ ചോദിച്ചാൽ പടം ഫസ്റ്റ് പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ക്യാമിയോസ് വാസ് സൂപ്പർ. പിന്നെ ബിഗിനിങ് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് രശ്മികയ്ക്ക്. മീൻസ് ഈ വാമ്പേഴ്സൊക്കെ ഈ മനുഷ്യന്മാരെ നിർത്തിയെന്ന് പറയുന്ന ഒരു താൻ കാരണം എന്തെന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് 2 മിനിറ്റേ ഉള്ളൂ. അതും അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പാട്ട് അത്യാവശ്യം നൈസായിരുന്നു. ഇതൊക്കെയായിരുന്നു. പിന്നെ വരുൺ ധാവനും ആയുഷ്മാൻ ഖുറാനയായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് അത്യാവശ്യം നൈസായിരുന്നു. ബാക്കിയെല്ലാം എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ മാതിരിയായിരുന്നു. പിന്നെ സ്റ്റോറി നൈസായിരുന്നു. അത് പറയാൻ മറന്നു. ഈ സിനിമ ലോഗസ് ഓഫ് യൂണിവേഴ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഈ സ്പൂഫ് യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഇനി ഏതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ് വരുമോ എന്തോ, കാത്തിരുന്ന് പറയുക. കറക്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റോറി വാസ് സൂപ്പർ ബട്ട് വീക്ക് സ്ക്രീൻ പ്ലേ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫെയിൽ ചെയ്തത്. പിന്നെ മറ്റുള്ള പെർഫോമൻസസ് നോക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഖുറാന രശ്മിയുടെ കെമിസ്ട്രി ഒക്കെ കറക്റ്റ് ക്രിഞ്ച് ഫസ്റ്റാണ്. പിന്നെ നവാസുദ്ദീൻ സിദ്ദീഖിനെ കണ്ടപ്പോൾ ഹെയറാക്കി ഇനി കമ്പാക്ക് കിട്ടുമെന്നുള്ള സംശയം എന്ന് പറഞ്ഞ കണക്കാണ് ആളുടെ അവസ്ഥ. മാതിരി വൃത്തികളുടെ ലുക്ക് അങ്ങനെ പെർഫോമൻസ് കറക്റ്റ് ഷോ ആയിട്ടുണ്ട്. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു മീ. കാരണം എൻ്റെ ബർത്ത്ഡേ ആണ്. വീഡിയോ വരുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. എന്തായാലും ഈ പടത്തിന് വേറൊരു റെക്കോർഡുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഐറ്റം സോങ്സ് ഉള്ള സിനിമ എന്നുള്ള റെക്കോർഡ് ഈ സിനിമയ്ക്കാണ്. 3 എണ്ണം. അപ്പോൾ തന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്തോ. നോക്കുമ്പോൾ സമ്മതിക്കണം. എന്തായാലും എനിക്ക് എത്ര പറയാനുണ്ട്. സിനിമയുടെ വിഷ്വൽ. പിന്നെ പറയാൻ വേറെ കാര്യം പറയാനുണ്ട്. ഇത് ദിനേശ് വിജയൻ ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയായിരിക്കും. അതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമയുണ്ട്, മൂഞ്ചിയ എന്ന് പറഞ്ഞിട്ട്. സ്ട്രീറ്റ് ടൂവിന് മുമ്പും ബേഡിയയ്ക്ക് ശേഷമാണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആവറേജായിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്കത് ബെറ്ററായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ആ സിനിമയ്ക്ക് എനിക്ക് പോസിറ്റീവ്സായിട്ട് തോന്നിയത് എൻ്റെ സ്റ്റോറി നൈസായിരുന്നു. പിന്നെ എൻ്റെ വിഷ്വൽസ് നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. അതൊക്കെയായിരുന്നു. ബട്ട് ഇതിൽ വിഷ്വൽസ് ഒരു ഭാഗ്യം ഉള്ളൂ കേട്ടോ. സത്യം പറയാമല്ല, തലമണ്ടി കടിയായിരുന്നു. അതെടുത്തിട്ട് വിഷ്വൽസ് സിനിമാറ്റോഗ്രാഫി എഡിറ്ററിന് തലമണ്ടി കടിയണം. ഡയറക്ടറെ വേണ്ടായിരുന്നു, തേച്ചതിക്കിച്ച് എന്ന് പറഞ്ഞാൽ പാവാ ദിനേശ് വിജയൻ. ഇപ്പം എന്തൊരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയാൻ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് യശ്വരാജ് ഫിലിംസ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ വിഷമം. എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളത്. നിങ്ങളുടെ കൈ സിനിമ ഉണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ലോൺ എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ടാകും ഉണ്ടാവുക. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബൈ ബൈ ഡെൽറ്റ വസ്കസ്. എനിക്കൊരുപാട് പറയാൻ വയ്യ, അതുകൊണ്ടാണ്. ബൈ ബൈ.